അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏതായാലും പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 9ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാർ കിണറ്റിലേക്ക് എറിഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ജീവികളോടും താക്കീത് നൽകി, നിങ്ങൾക്കുള്ള കൂട്ടുകാരൻ, അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് നൽകിയെന്ന് മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കിണറ്റിലിറങ്ങുമ്പോൾ കിണറ്റിലെ വെള്ളം നല്ല ഉപ്പ് രസമുള്ള വെള്ളമായിരുന്നു, പക്ഷേ അത് മധുരമുള്ളതായി മാറി. അവിടുത്തെ അത്ഭുതകരമായ മോചിതത്ത് കൊണ്ട് ഏതായാലും ആ കിണറ്റിലെത്തിയപ്പോൾ അടിഭാഗത്തൊരു മനുഷ്യൻ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ ശപിച്ചു പോകരുതേ തങ്ങളുടെ നാവ് കൊണ്ട് എന്ന് ഒരു വസിയത്ത് ചെയ്യുകയാണ്. ആരായിരുന്നു ആ മനുഷ്യൻ? ബഹുമാനപ്പെട്ട അന്ത്രോതി മുത്തുക്കോയത്തങ്ങൾ ആ മനുഷ്യൻ ആരാണെന്ന് പരിചയപ്പെടുത്തുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. പദവിത്തറിനെ ബി തമ്മെ പീഡിത്തയാമാർഷിൻ്റെ മഹിമ പേരൂരത്തിടും നേഹൂദായെന്ന് അവർകൾ ഹൂദിന് ബിൻ്റെ സമാനിലറിയത്ത് ഭേദമിൽ കണ്ട് നബിൻ്റെ സിഫത്ത് ഓതിയവർ നബിയാരെ മുഖത്തെ പാരാൻ എന്നിൽ ഭാഗ്യം തരണം കോനേ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചൊരു മഹാനുഭാവനാണ് ആ കിണറ്റിൻ്റെ അടിഭാഗത്തുള്ളത്. എന്തായിരുന്നു അദ്ദേഹം ആ കിണറ്റിൽ ഇറങ്ങിയിരിക്കാൻ കാരണമെന്ന് കവി പറയുന്നു. ഭേദമിൽ കണ്ട് നബിൻ്റെ സിഫത്തെ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സൗന്ദര്യവാന്മാരായ 4 ആളുകളുടെ കൂട്ടത്തിൽ ഒരുവനാണല്ലോ. ഒന്നാമത്തെ സൗന്ദര്യത്തിൻ്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടാമത് ലോകത്തിൻ്റെ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. 3ാമത് യൂസുഫ് നബി അലൈഹിസ്സലാം. 4ാമത് ആബിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അത് പ്രവാചകനാണെന്നും അതല്ല സഹാബിയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഏതെങ്കിലും ഇരിക്കട്ടെ, സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളായ 4 ആളുകളിൽ ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തിറക്കിയ ഏടിൽ ഒരു വാചകമുണ്ടായിരുന്നു. ഇത്രക്കും സുന്ദരനായൊരു യൂസുഫ് ഇന്നാലിൻ്റെ കിണറ്റിൽ, കന്നാനിലെ ജുബുൽ ഹസീൻ എന്ന് പറയുന്ന കിണറ്റിലുണ്ടാകും. അവിടെ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ അവിടെ ഇറങ്ങിയിരുന്നാൽ മതി. ആ മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു തന്നുകൊണ്ട് ഈ ലോകത്തോട് എനിക്ക് എൻ്റെ റൂഹിനെ പിടിക്കണമെന്ന് ആ മനുഷ്യൻ, യഹൂദ എന്ന് പറയുന്ന മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച യഹൂദയാണ് ഈ ജുബുൽ ഹസീനിൽ ഇറങ്ങി താമസമാക്കിയിരിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജ്യേഷ്ഠന്മാർ കിണറ്റിലിട്ടപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു എന്ന് മാത്രമല്ല, അവിടം എത്തിടും യൂസുഫ് എന്ന മൊഴിക്ക് മുത്ത് യഹൂദ ഇതിൻ്റെ അടിക്ക് നിത്യ താമസമാക്കി ശരിക്ക് ആറ്റൽ നബിയാരെ വരവ് നോക്കി. അന്ന് മുതൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കിണറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ അഭിലാഷം പൂവണിഞ്ഞിരിക്കുന്നു, എൻ്റെ മോഹം അല്ലാഹു തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിരറ്റേ ഈശുക്കോടെ ഇബാദത്തും എടുത്തവർ അതിനകം വാസിക്കുമ്പൽ നബി യൂസുഫാം കണ്ട് പിണ്ടവറൻ മനദാശയനക്ക് പണ്ടവനെ നീ വീട്ടിറടിക്ക് മണ്ഡലമിന്നിനി എന്നെ പിരിക്ക് അന്നാൾ അവർ ഉയർ പിടിക്കപ്പെട്ടേ. അങ്ങനെ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ യൂസുഫിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജുബുൽ ഹസീനിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ജ്യേഷ്ഠന്മാർ തള്ളിയിട്ടത്. അങ്ങനെ അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. യഹൂദ, എൻ്റെ എല്ലാ അഭിലാഷങ്ങളും ഒരൊറ്റ അഭിലാഷം മാത്രമാണ് പൂവണിയാതിരുന്നത്. ആ അഭിലാഷം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു. റബ്ബേ, നിൻ്റെ പ്രവാചകനായ നബിയായ യൂസുഫിനെ കാണണം, സൗന്ദര്യത്തിൻ്റെ നിറകുടമായ യൂസുഫിനെ കാണണം എന്നൊരാഗ്രഹമാണ് എനിക്ക് ഏടിൽ നിന്നും കിട്ടിയതനുസരിച്ചു കൊണ്ടാണ് ആ വെളിയാളം കേട്ടത് മുതൽ ജുബുൽ ഹസീനിൽ ഇറങ്ങി താമസിച്ചോ എന്ന് വെളിയാളം കേട്ടത് മുതൽ ഞാൻ ഇവിടെ ഇറങ്ങി താമസിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ആ മോഹം പൂവണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീ
എൻ്റെ കാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് എൻ്റെ റൂഹിനെ പിടിപ്പിച്ചാലും. അങ്ങനെ മഹാനായ യഹൂദ അവിടുന്ന് ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം, അഭിലാഷം യൂസുഫിനെ കാണലായിരുന്നത് പൂവണിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇമാം സുദ്ദി റളിയല്ലാഹു തആല അൻഹു തഫ്സീറിൻ്റെ ഇമാമിങ്ങളിൽ ഒരാളായ മഹാനായ ഇമാം സുദ്ദി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? നബി മക്കള വരവും എതിർ നോക്കി ഇരും തന്നാള. ഏതായാലും അന്ന് യഹൂദക്ക് 1200 വയസ്സായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് ഇമാം സുദ്ദി ഉരത്തിയിടുന്നേ. ഇന്നും കഥാറാവി തുടർത്തിയിടുന്ന ഇനി നിങ്ങളുടെ ശ്രദ്ധ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. മകനെ ജ്യേഷ്ഠന്മാർ ഇതപ്പോൾ കൊടുന്നേരം അപ്പ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നല്ല സുന്ദരമായ നല്ല രസകരമായ വാക്കുകളൊക്കെ വാപ്പാനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയതാണ്. അവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഈ രാത്രി എന്താണ് ദൈർഘ്യം കൂടിയതാണോ, എന്താണ് ഈ രാത്രിക്ക് ഇത്ര നീളമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ വീട്ടിൽ കഴിയുന്നു. എന്നാൽ വരവിൻ്റെ അതിർത്തി തെറ്റി ഇരസർ നബിയാർക്ക് വ്യസനം പറ്റി വ്യസനിച്ച യാക്കൂബൻ നബി ഖറജായി. പിറകിൽ അവർ വെള്ളാട്ടിമാരും ഫൗജ. എന്താണ് എൻ്റെ മോൻ യൂസുഫിനെ കാണാത്തത്? സമയം കഴിഞ്ഞു കിടന്നല്ലോ, ഇശാവും ഒക്കെ കഴിഞ്ഞല്ലോ. എന്താണ് എൻ്റെ മോനെ കാണാത്തത്? വെള്ളാട്ടിമാരെയും കൂട്ടി ദാസിമാരെയും കൂട്ടി വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അന്നത്തെ കാലമൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ വിചാരിച്ചു എന്തിനാ ഇപ്പം തുണക്ക് പേടിക്കൊക്കെ ആൾ വേണം. അന്നത്തെ കാലം അങ്ങനെയല്ലേ. കാടും മലയും കുന്നൊക്കെ എന്നേ വെട്ടിപ്പഴിച്ച് വെളിച്ചത്തായി നമുക്കറിയാലോ. ഒരു 10-25 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. കാടും മലകളും കുന്നുകളും ഒക്കെ വെളിച്ചത്താക്കിയത് കൊണ്ടാണ് ഇപ്പോൾ കാട്ടത്തെ പുലികളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. എങ്ങനെയായാലും മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മോനെയും അന്വേഷിച്ചുകൊണ്ട് അതാ വീടിൻ്റെ പടിയിൽ നിന്നും ഇറങ്ങി കാടിൻ്റെ ആ വഴിയിലേക്ക് പോകുന്ന കാട്ടിലേക്ക് പോകുന്ന വഴി വരെ തൻ്റെ വെള്ളാട്ടിമാരെ അനുഗമിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് മകനെയും കാത്തുകൊണ്ട് വഴിയിലിരിക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട കവി പറയുന്നുണ്ട്. ബദറിൽ തേളി വേറും മകനാ നോക്കി ഭാവവഴി മദ്യം എരിപ്പതാക്കി കതിരോൻ മറൈന്തപ്പൾ മടങ്ങിച്ചെണ്ട് കൽബിൽ കൊടുതായ മുഷിപ്പ് കൊണ്ട്. രാവിലെ കൊണ്ടുപോയതാണ് യൂസുഫിനെ, അവർ തിരിച്ചു വന്നിട്ടില്ല. കതിരോൻ മറൈന്തപ്പോൾ മടങ്ങിച്ചെണ്ട്. സൂര്യൻ അസ്തമിച്ചപ്പോൾ മെല്ലെ അതാ വഴിമധ്യയിൽ നിന്ന് കാത്ത് ചടച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചടച്ച് കാത്ത് ഒരു രക്ഷയുമില്ലാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഏതായാലും മഹാകവി അന്ത്രോപദീപ് മുത്തുക്കോയ തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഇനി ക്ഷണിക്കുന്നത് കിണറിൻ്റെ അവിടേക്ക് തന്നെയാണ്. വാപ്പ അവിടെ കാത്തിരിക്കട്ടെ. വാപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫിനെയും പ്രതീക്ഷിച്ച് വീട്ടിൽ വഴിമധ്യയൊക്കെ വന്ന് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് രാത്രി ഒരു രക്ഷയുമില്ലാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇനി ഏതായാലും വാപ്പയുടെ വീട്ടിൽ കഴിയട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കിണറിൻ്റെ ഭാഗത്തേക്ക് തന്നെ ജുബുൽ അസീനിലിട്ട കിണറിൻ്റെ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഖമീസദിൽ കബ്ശിന്ദമ്മ പേരികെ ഭയത്തോടെ പിരട്ടി ചുമ്മാ കണ്ണിൻ നോരുറ്റ് നീർ പുറപ്പെടാതെ കഠിനാരവമോടെ കരഞ്ഞപ്പോതേ. യൂസുഫിനെ കിണറ്റിലിട്ടതിന് ശേഷം യൂസുഫിൻ്റെ അടുക്കൽ നിന്നും അഴിച്ചു വാങ്ങിയ ആ കുപ്പായത്തിൽ ഒരു ചെന്നായയുടെ രക്തം പുരട്ടി, അല്ലെങ്കിൽ ഒരു ആടിൻ്റെ രക്തം, കബിശിന്തമ്മ എന്ന് പറഞ്ഞിട്ടോ, ചെന്നായിൻ്റെ ആടിൻ്റെ ചില കവികൾ അങ്ങനെയൊക്കെ പറയും, തെറ്റൊക്കെ പറയും. അപ്പോൾ ശ്രദ്ധിക്കണങ്ങൾ കണ്ടുപിടിച്ചോണം കേട്ടോ. അപ്പോൾ കബിശിന്തമ്മ എന്ന കാടാണ്. ആടിനെ അറുത്തതിൻ്റെ രക്തം കുപ്പായത്തിൽ പുരട്ടി റെഡിയാക്കിയിട്ട് എന്തായി വാപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. വാപ്പ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്, വാപ്പാൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവരെല്ലാവരും വാപ്പാൻ്റെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ വാപ്പ നേരത്തെ വന്ന് മടങ്ങിപ്പോയില്ലേ.
ആ വഴിമധ്യത്തിൽ വാപ്പ എഴുതിയുന്ന സ്ഥലമല്ല. അവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും ഒരു ഐഡിയ തീരുമാനിക്കുകയാണ്. വാപ്പാൻ്റെ അടുക്കൽ നമ്മളിങ്ങനെ സാധാരണ ചെല്ലും പോലെ പോയാൽ പോരാ, നമുക്ക് കരഞ്ഞ് അട്ടഹസിച്ചിട്ട് വേണം പോകണമെങ്കിൽ, അല്ലെങ്കിൽ കള്ളി പൊളിയും കേട്ടോ എന്ന് പറഞ്ഞവർ പരസ്പരം പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും എങ്ങനെയാണ് വാപ്പയുടെ അടുക്കലേക്ക് ചൊല്ലുന്നത് എന്ന് അന്തറോദ്ദീപ് മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. മുന്നും അവരാകെ തലയിൽ കയ്യേ ഊക്കിൽ പരത്തിബ തളുത് ഹയ്യേ പൊന്നാരമായി പോറ്റും ആഹി യൂസുഫ ബുജിത്ത് ബന്നും വലാസഫ. അവരെല്ലാം പറഞ്ഞുറച്ചതുപോലെ തന്നെ എല്ലാവരും തലയിൽ കൈ വെച്ചുകൊണ്ട് കയ്യും തലയിൽ കെട്ടിൽ നേരെ മറിച്ച് പറഞ്ഞാൽ മതി. തലയിൽ കൈ വെച്ചുകൊണ്ട് നമ്മളങ്ങനെയല്ല സാധാരണ എൻ്റെ പേൻ്റെ എന്നൊക്കെ പല്ലേ പറയാം. അതേപോലെ തന്നെ വേറെ ഒന്നും ഒരു മാറ്റമല്ല. അപ്പോൾ അതേപോലെ തലയിൽ കൈ വെച്ചുകൊണ്ട് അവരത് ഉറക്കനെ അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാപ്പാൻ്റെ അടുക്കലേക്ക് ചെല്ലണം. വാപ്പോ, ഞങ്ങൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല കാര്യം. ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട അനുജനെ ചെന്നായ പിടിച്ചു. വാപ്പാ, യൂസഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ വിറകിൻ്റെ കെട്ടൊക്കെ അവിടെ ഇറക്കി അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് യൂസഫിനെ ഒരു ഭാഗത്തിരുത്തി ഞങ്ങളവിടെ കളിക്കണ സമയത്ത് യൂസഫിനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. ഇതാ യൂസഫിനെ കൊണ്ടുപോയതായിരിക്കുന്ന ആ ചെന്നായുടെ അടുക്കൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവശിഷ്ടമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇശാ സമയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളുടെ വീട്ടിലേക്ക് വരികയാണ്. രംഗം ബഹുമാനപ്പെട്ട കവിയോടെ വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ കവി ഒന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ബിരുത്തി ബവ അഹിയെ ഇന്ന് കടിത്ത് ചെന്നായി ഭുജിത്തേ വിവരം കേട്ടേ പൊളുതിൽ ബോധം മറിന്ത് താങ്ങി പിടിത്ത് മക്കൾ കിടത്തി നോക്കും പൊളുതിൽ ബാവ കരമേ വിവരമില്ല ശ്രദ്ധിച്ചപ്പോൾ മരിത്ത് പോയ തരമേ. അങ്ങനെ വാപ്പായ തലയിൽ കൈ വെച്ചുകൊണ്ട് അവരട്ടഹസിച്ചുകൊണ്ട് വാപ്പാൻ്റെ അടുത്ത് വന്നു. വാപ്പാ, യൂസഫിനെ ചെന്നായ ഭുജിച്ചു. ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്നു ബോധം കെട്ടുകൊണ്ട്. മാത്രമല്ല മക്കളൊക്കെ ബാപ്പാനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ബാപ്പ ഈ ലോകത്തുനിന്ന് വിട പറയുകയാണോ എന്ന് തോന്നിപ്പോയി. ജഡലമിൽ നിന്നുയർവിടുന്ന പരിശ് കണ്ട് ഭനികൾ തമ്മിൽ ഉരത്ത് നമ്മൾ എടുത്തതെന്ത് പണികൾ. വാപ്പായുടെ ശരീരമാകെ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. വാപ്പ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് അവർക്ക് തോന്നിപ്പോയി. അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, എന്ത് പണിയാണ് നമ്മൾ ചെയ്തത്? അങ്ങനെ കൊടിയ പാപം അപവും ഇപ്പോൾ മരിത്ത് പോകും തരമാ കൂവി ഇപ്പോൾ കശിന്തിരാവും പുലർന്ന പിറ്റേ ദിനമാ. അന്ന് വാപ്പ അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ബോധമൊക്കെ തെളിഞ്ഞ് വാപ്പയായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കളോട് ചോദിച്ചു, മക്കളെ, എന്താണ് യൂസഫിൻ്റെ വർത്തമാനം? എന്നോട് നിങ്ങൾ ശരി പറയൂ. നിങ്ങൾ എന്നോട് ഒരിക്കലും തെറ്റു പറയരുത്, കളവ് പറയരുത്. എന്നോട് എന്താണ് ഉണ്ടായതിൻ്റെ നിജസ്ഥിതികളൊന്ന് എന്നോട് തുറന്നു പറയൂ എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കളോട് പറഞ്ഞപ്പോൾ വടിവാർന്ന് ബനികളോട് ഭുജിച്ചതെന്നായൊഴിത്തേ ബഹുമയേറും അവയവങ്ങൾ ഉമൈകൾ കണ്ടൊന്നുരത്തേ. മക്കളെ, നിങ്ങൾ പറയുന്നു ചെന്നായ പിടിച്ചു എന്ന്. എന്നാൽ ആ ചെന്നായ പിടിച്ച എൻ്റെ യൂസഫിനെ ചെന്നായ പിടിച്ചതിൻ്റെ വല്ല അവശിഷ്ടങ്ങളും നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഒരത്തെ പോതിൽ പനികളന്നേ ഉടന കമീസെടുത്ത് ചൊന്നേ. ആ സമയം വാപ്പയോട് പറയാണ്, മക്കൾ, ഞങ്ങൾ വാപ്പാ യൂസഫിനെ ചെന്നായ ഭക്ഷിച്ചതിൻ്റെ അടയാളമായി യൂസഫിൻ്റെ വസ്ത്രം ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. രക്തം പുരട്ടിയ കമീസ് വാപ്പാൻ്റെ കൈകളിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കമീസിനെ മുത്തിമണത്തുകൊണ്ടതാ കരയുകയാണ്. ആ കരയുകയല്ല, ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. അതാണ് കവി പറയുന്നത്, അളുത് നിങ്ങൾ ചിരിക്കുന്നല്ലോ, അത് പിരാന്തിൻ്റെ സുഫാണല്ലോ,
മൊളിന്ത് ബാവാ കന്നിൻ്റെ ദമ്മാൽ മുഷിപ്പ് മൂത്തൻ അളുത് ഹമ്മാൽ. യൂസഫ് ചെന്നായ പിടിച്ച ആ കറ പുരണ്ട രക്തക്കറ പുരണ്ട വസ്ത്രം യാക്കൂബ് നബിക്കാണ് കൊടുത്തപ്പോൾ യാക്കൂബ് നബി തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ യൂസഫിൻ്റെ വസ്ത്രമാണില്ലേ എന്നുള്ള നിലക്ക് മുത്തി മണത്തുകൊണ്ട് അത് തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ വസ്ത്രത്തിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചെന്നായ പിടിച്ചാൽ വസ്ത്രത്തിനൊരു പോറലേൽക്കുമല്ലോ, പക്ഷേ ഇതിനൊരു പോറലും ഏറ്റിട്ടില്ല. അത് കണ്ടുകൊണ്ടാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് മക്കൾ ചോദിച്ചത്, അളുതു നിങ്ങൾ ചിരിക്കുന്നല്ലോ, അത് പിരാന്തിൻ്റെ സൂഫാണല്ലോ. അപ്പം എന്താ നിങ്ങൾ ചിരിച്ച് നിങ്ങൾക്ക് പിരാന്തായോ യൂസുഫിനെ കാണാത്തത് കൊണ്ട്? എന്താ സംഭവം? ആ സമയത്ത് വാപ്പ പറയുകയാണ്, കന്നിന്തല്ലപ്പൾ ചിരി വരുന്ന് കനിമക്കളെ പറന്നേരൊന്ന്. ഈ വസ്ത്രം കാണുമ്പോൾ ചെന്നായി ഉപദ്രവിച്ചിട്ടില്ല. എന്താണ് സംഭവത്തിൻ്റെ ഗൗരവം? മക്കളെ ഒന്ന് തുറന്നു പറയൂ. ആ സമയം മക്കൾ വീണ്ടും കളവ് തന്നെ പറയാൻ തീരുമാനിച്ചുകൊണ്ട് വാപ്പയോട് പറയുകയാണ്, വന്നത്തിൽ ഞങ്ങൾ ചരക്കിൻ കിട്ടെ വളർമാമോനെ ഇരുത്തപ്പെട്ടെ ക്ഷണത്തിൽ പോരാനുറച്ചുകൊണ്ട് ദിദിമയിൽ പോയി മടങ്ങിച്ചണ്ട് കനി യൂസുഫേ നിലർക്കുമ്പോതെ കടിത്ത് ചെന്നായി ഭുജിത്തെന്നോതേ. ഞങ്ങൾ കുറച്ചപ്പുറത്ത് യൂസുഫിനെ ഇരുത്തി ഞങ്ങളവിടെ മൈതാനത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യൂസുഫിനെ കൂട്ടാൻ ചെന്നപ്പോൾ യൂസുഫിനെ ഇവിടെ കാണാനില്ല. യൂസുഫിനെ ചെന്നായി പിടിച്ചുകൊണ്ടുപോയ വിവരം ഞങ്ങൾക്ക് മനസ്സിലായത്. ആ സമയം എന്താണ് സംഭവിക്കുന്നത്? മദ്യത്ത് മക്കളും പിടിത്ത് ദേബിനെ വലിത്ത് കൊണ്ടേ പൊളുതുടൻ മുഷിത്ത് വീണ്ടേ നബിയരും മതിയതില്ലാതി പ്രഭയുടെ തിരുമകനെ നീ പൂജിത്തോ എണ്ടൊന്നേ ദേവതിൻ മറിത്ത് മുണ്ടുന്നേ. പാപ്പാ, ഞങ്ങൾ പറയുന്നത് ശരിയാണ്, അത് ശരിപ്പെടുത്താൻ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ചെന്നായ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് അതാ ഒരു വലയുമായി യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾ ഓടി കാട്ടിലതാ വല വിരിച്ചു വെച്ച് അതിലൊരു ചെന്നായ അകപ്പെട്ടു. ആ ചെന്നായയുമായി വാപ്പയുടെ അടുക്കൽ വന്നു. ചെന്നായെ വാപ്പയുടെ അടുക്കലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. ആ സമയം മറിത്ത് ചെന്നായി വടുത്തമേറിയ തരത്തിലം നാളെ നബിയരിൽ ഉരത്തുൽമാലേ ഉമതുടെ പനികളെ നിരപരതിതൻ പിടിത്താമതി ബിരുത്തെയും നാളെ അറിയനെ തരത്തെയും ഹാലേ. ഈ ചെന്നായെ യാക്കൂബ് നബിയെ ഏൽപ്പിക്കുകയാണ് മക്കളിതാ. യാക്കൂബ് നബിനോട് പറയണതാ, ചെന്നായോട് ചോദിക്കും കാര്യങ്ങളൊക്കെ. ഉടനെ തന്നെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ചെന്നായോട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ നീ ഭുജിത്തോ? എൻ്റെ മകനെ നീ ഭക്ഷിച്ചോ? നിനക്ക് ഭക്ഷണമാക്കിയോ? നിങ്ങൾ എൻ്റെ മകനെ ഭക്ഷണമാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെന്നായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ യാക്കൂബ് നബിയോട് പറയുകയാണ് എന്താണെന്ന് അടുത്ത കവിയിലേ വിവരിക്കാൻ കഴിയൂ ഈ കവിക്ക്.